ഇന്ന് 16 പേർക്കാണ് കോവിഡ്-19 നമ്മുടെ സംസ്ഥാനത്ത് സ്ഥിരീകരിച്ചത്. ഇന്ന് പരിശോധനാ ഫലത്തിൽ നെഗറ്റീവില്ല. വയനാട് 5, മലപ്പുറം 4, ആലപ്പുഴ കോഴിക്കോട് 2 വീതം, കൊല്ലം പാലക്കാട് കാസർഗോഡ് 1 വീതം. ഇങ്ങനെയാണ് പരിശോധനാ ഫലം പോസിറ്റീവായത്. പോസിറ്റീവായവരിൽ 7 പേര് വിദേശങ്ങളിൽ നിന്ന് വന്നവരാണ്. തമിഴ്നാട്ടിൽ നിന്നെത്തിയ 4 പേർക്കും മുംബൈയിൽ നിന്നെത്തിയ 2 പേർക്കും ഇന്ന് പരിശോധനാ ഫലം പോസിറ്റീവായി. 3 പേർക്ക് രോഗബാധയുണ്ടായത് സമ്പർക്കത്തിലൂടെയാണ്. ഇതുവരെ 576 പേർക്കാണ് സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചത്. അതിൽ 80 പേർ ഇപ്പോൾ ചികിത്സയിലാണ്. 48,825 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. 48,287 പേർ വീടുകളിലും 538 പേർ ആശുപത്രികളിലുമാണ്. ഇന്ന് മാത്രം 122 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകളെ രോഗലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് മലപ്പുറം ജില്ലയിലാണ്, 36 പേര്. കോഴിക്കോട് 17, കാസർഗോഡ് 16. ഈ തരത്തിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വൈറസ് ബാധിച്ച് ഏറ്റവും കൂടുതൽ പേർ ആശുപത്രിയിൽ കഴിയുന്നത് വയനാട് ജില്ലയിലാണ്. 19 പേരാണ് അവിടെ. ഇതുവരെ 42,201 സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് അയച്ചത്. 40,639 എണ്ണം രോഗബാധയില്ല എന്നുറപ്പാക്കിയിട്ടുണ്ട്. സെൻറ്റിനൽ സർവൈലൻസിൻ്റെ ഭാഗമായി മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട 4,630 സാമ്പിളുകളാണ് ശേഖരിച്ചത്. അതിൽ 4,424 നെഗറ്റീവായിട്ടുണ്ട്. ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 16 ഇന്ന് വരെയുള്ള 576 കേസുകളിൽ വിദേശത്ത് നിന്ന് വന്ന 311 പേർക്കാണ് കോവിഡ് ബാധയുണ്ടായത്. ഇതിനു പുറമെ 8 പേര് വിദേശികളാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന 70 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. സമ്പർക്കത്തിലൂടെ രോഗബാധിതരായത് 187 പേരാണ്. സംസ്ഥാനത്ത് കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നത് എല്ലാവരിലും ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. സമ്പർക്കം വഴി രോഗം പടരാനുള്ള സാധ്യത മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കരുതൽ വർദ്ധിപ്പിച്ചേ മതിയാവും. സുരക്ഷിതമായ ശാരീരിക അകലം പാലിക്കലും മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിക്കലും നിർബന്ധമാണ്. ക്വാറന്റൈനിൽ കഴിയുന്നവർ പുറത്തിറങ്ങാനേ പാടില്ല.
നിർദ്ദേശം ലംഘിക്കുന്നവരെ കണ്ടെത്താനായി എല്ലാ ജില്ലകളിലും മോട്ടോർ സൈക്കിൾ ബ്രിഗേഡ് സംവിധാനം ഏർപ്പെടുത്തുകയാണ്. നിരീക്ഷണത്തിലുള്ളവരുടെ വീടുകളിലും സമീപത്തും പോലീസ് ഉദ്യോഗസ്ഥർ ബൈക്കുകളിൽ പെട്രോളിംഗ് നടത്തുകയും വീടുകളിലെത്തി കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യും. ശനിയാഴ്ചത്തെ സർക്കാർ ഓഫീസ് അവധി തുടരണോ എന്ന കാര്യം ആലോചിക്കുന്നതാണ്. നാളെ മാറ്റമുണ്ടാകില്ല, നാളെ അവധി തന്നെ. അതോടൊപ്പം അടുത്ത ദിവസം ഞായർ സമ്പൂർണ്ണ ലോക്ക്ഡൗണായി തന്നെ തുടരുകയും ചെയ്യും. കഴിഞ്ഞ ഞായറാഴ്ച എല്ലാവരും സഹകരിച്ചതാണ്. ഈ ഞായറാഴ്ചയും അതേപോലെ തന്നെ എല്ലാ വിഭാഗത്തിൻ്റെയും സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വീടുകളിൽ ക്വാറന്റൈനിൽ കഴിയുന്നവർ നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തൊട്ടാകെ 65 കേസുകൾ ഇന്ന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ തിരുവനന്തപുരത്താണ് 53 കേസുകൾ, കാസർഗോഡ് 11 കേസുകൾ, കോഴിക്കോട് 1 കേസും. അതിർത്തികളിലെയും ചെക്ക് പോസ്റ്റുകളിലെയും പരിശോധനകൾ കൂടുതൽ കർശനമാക്കുന്നതിന് അധികമായി പോലീസുകാരെ നിയോഗിച്ചു. സംസ്ഥാനത്തെ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലായി വിദേശ രാജ്യങ്ങളിൽ നിന്ന് 17 വിമാനങ്ങൾ വന്നിട്ടുണ്ട്. കൊച്ചി തുറമുഖത്ത് 3 കപ്പലുകളും എത്തി. ഇവയിലെല്ലാമായി 3732 പേരാണ് വിദേശങ്ങളിൽ നിന്നെത്തിയത്. കേരളത്തിൽ നിന്ന് 33,000 അതിഥി തൊഴിലാളികളുമായി 29 ട്രെയിനുകൾ ഇതുവരെ പോയിട്ടുണ്ട്. കപ്പലുകളിൽ ആളുകൾ കൂട്ടത്തോടെയാണ് എത്തിയത്. അവരിൽ 3 പേർക്ക് തമിഴ്നാട്ടിൽ രോഗബാധയുണ്ടായതായി റിപ്പോർട്ടുണ്ട്. ആ സാഹചര്യത്തിൽ മറ്റുള്ളവർക്ക് രോഗബാധയില്ല എന്നുറപ്പാക്കാൻ പ്രത്യേക പരിശോധന നടത്തും. ഡൽഹിയിൽ നിന്നുള്ള പ്രത്യേക ട്രെയിൻ ഇന്ന് രാവിലെ 5:15 തിരുവനന്തപുരത്തെത്തി. 1045 യാത്രക്കാരാണ് കേരളത്തിലെ 3 സ്റ്റേഷനുകളിൽ ഇറങ്ങാനുണ്ടായിരുന്നത്. തിരുവനന്തപുരത്ത് 348 യാത്രക്കാരുണ്ടായിരുന്നു. മുംബൈയിൽ നിന്നെത്തിയ പത്തനംതിട്ട സ്വദേശിയായ ആളെ പനിയുണ്ടായിരുന്നതുകൊണ്ട് ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 3 പേരെ സർക്കാർ നിരീക്ഷണ കേന്ദ്രത്തിൽ അയച്ചു. ബാക്കി എല്ലാവരെയും വീട്ടിൽ നിരീക്ഷണത്തിലേക്ക് മാറ്റി. എറണാകുളത്ത് 411 പേരാണ് എത്തിയത്. യാത്രക്കാരിൽ ഒരാളെ നെഞ്ചുവേദനയെ തുടർന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവിധ ജില്ലകളിലെ 286 യാത്രക്കാരാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയത്. ആരോഗ്യ പരിശോധനയിൽ രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയ 7 പേരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട് 4, മലപ്പുറം, വയനാട്, കാസർഗോഡ് ഓരോ ആൾ വീതം എന്നിങ്ങനെയാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. മറ്റുള്ളവരെ കർശന നിരീക്ഷണത്തിനായി അത് ജില്ലകളിലെ കോവിഡ് കെയർ സെൻ്ററുകളിലേക്കും വീടുകളിലേക്കും അയച്ചു.
യാത്രക്കാരെ അതത് ജില്ലകളിലെത്തിക്കാൻ KSRTC ബസ്സുകൾ സജ്ജമാക്കിയിരുന്നു. ഇന്നലെ 149 യാത്രക്കാരുമായി ജിദ്ദയിൽ നിന്നുള്ള വിമാനവും കൊച്ചിയിലെത്തി. 58 ഗർഭിണികൾ, 10 വയസ്സിൽ താഴെയുള്ള 9 കുട്ടികൾ ഈ വിമാനത്തിൽ നാട്ടിലെത്തി. ഇതിൽ 4 പേരെ വിവിധ ജില്ലകളിൽ ചികിത്സക്കായി അയച്ചു. 69 പേരെ കോവിഡ് കെയർ സെൻ്ററുകളിലും 76 പേരെ വീടുകളിലും നിരീക്ഷണത്തിലാക്കി. റോഡ് വഴി കേരളത്തിലേക്ക് വരാൻ 2,85,880 പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതുവരെ പാസ് നൽകിയത് 1,23,972 പേർക്കാണ്. ചെക്ക് പോസ്റ്റിലൂടെ 47,151 പേർ ഇതിനകം സംസ്ഥാനത്തെത്തി. ട്രെയിൻ വഴി എത്താൻ പാസ് നൽകിയത് 4,694 പേർക്കാണ്. ക്വാറന്റൈൻ കാര്യത്തിൽ സംസ്ഥാനത്തിന് ആശയക്കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ ഫലപ്രദമായി ക്വാറന്റൈൻ നടപ്പാക്കുന്നുണ്ട്. ഇന്നത്തെ കണക്ക് നോക്കിയാൽ ആകെ നിരീക്ഷണത്തിലുള്ള 48,825 പേരിൽ 48,287 വീടുകളിലാണ്. കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ വീടുകളിലെ ക്വാറന്റൈൻ വിജയകരമായി നടപ്പാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. രോഗം പടരുന്നത് പിടിച്ചു നിർത്താൻ നമുക്ക് കഴിഞ്ഞതിൻ്റെ പ്രധാന കാരണം ഇതുതന്നെയാണ്. പുതിയ സാഹചര്യത്തിൽ പെയ്ഡ് ക്വാറന്റൈൻ നടപ്പാക്കുന്നത് സംബന്ധിച്ചും ആലോചിച്ചിട്ടുണ്ട്. രോഗലക്ഷണമില്ലാത്തവർക്ക് പെയ്ഡ് ക്വാറന്റൈൻ ആകാവുന്നതാണ്. കോവിഡ്-19 നമ്മുടെ ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ബ്രേക്ക് ദ ചെയിൻ ഫലപ്രദമായി നടപ്പാക്കാൻ കഴിഞ്ഞു. സാനിറ്റൈസർ ഉപയോഗിക്കുന്നതും മാസ്ക് ധരിക്കുന്നതും ശീലമായി. എന്നാൽ ഇതെല്ലാവരും ചെയ്യുന്നുവെന്ന് പറയാനാവില്ല. ഇക്കാര്യത്തിൽ സമൂഹത്തിൻ്റെ ആകെ പങ്കാളിത്തം പൂർണ്ണമായും ഉണ്ടാവണം. സ്ഥിതിഗതികളുടെ ഗൗരവം മനസ്സിലാക്കാനും കൂട്ടം കൂടി നിൽക്കുന്ന പ്രവണത നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ചിലയിടങ്ങളിലൊക്കെ കാണുന്നുണ്ട്. അത് സ്ഥിതിഗതികളുടെ ഗൗരവം മനസ്സിലാക്കാതെയുള്ള ഒരു പ്രവണതയാണ്. അതോടൊപ്പം തന്നെ ചിലയിടങ്ങളിൽ ഉത്സവം നടത്താൻ ആലോചിക്കുന്നു. ചില ആരാധനാലയങ്ങളിൽ കൂട്ടപ്രാർത്ഥനയ്ക്ക് പദ്ധതിയിടുന്നുവെന്നൊക്കെ റിപ്പോർട്ടുകളുണ്ട്. ഇതിൽ ആളുകൾ കൂട്ടം കൂടുന്നതിൽ കർശനമായ നിയന്ത്രണം പാലിച്ചേ മതിയാവും. എവിടെയായാലും നിശ്ചിത എണ്ണത്തിൽ കൂടുതൽ ആളുകൾ സമ്മേളിക്കരുത്. ആൾക്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള ഇളവും ഉണ്ടാകില്ല.
തൽക്കാലം അതിന് കഴിയാത്ത അവസ്ഥയാണുള്ളത്. നിലവിലുള്ള രോഗബാധയുടെ തോതനുസരിച്ച് വയനാട് പ്രത്യേക ശ്രദ്ധ വേണ്ട ജില്ലയാണ്. എല്ലായിടങ്ങളിലും കണ്ടെയ്ൻമെൻറ്റ് സോൺ അത് പ്രത്യേകമായി തന്നെ സംരക്ഷിക്കുന്ന നിലയുണ്ടാവും. അത് കണ്ടെയ്ൻമെൻറ്റ് സോൺ വിട്ട് സഞ്ചരിക്കാൻ അനുവദിക്കില്ല. വയനാട് മാത്രമല്ല, എല്ലാ സ്ഥലത്തുമുള്ള കണ്ടെയ്ൻമെൻറ്റ് സോണിന് ഇത് ബാധകമാണ്. എന്നാൽ കണ്ടെയ്ൻമെൻറ്റ് സോണുകളിലുള്ള ഈ കടുത്ത നിയന്ത്രണം മറ്റ് പ്രദേശങ്ങൾക്ക് ബാധകമായിരിക്കില്ല. നമ്മൾ ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതിന് ശേഷം ആരോഗ്യ പ്രവർത്തകർ, പോലീസ്, ഇങ്ങനെ ഈ ഫീൽഡിലുള്ള ആളുകൾ തുടർച്ചയായി വിശ്രമരഹിതമായി ജോലി ചെയ്യുകയാണ്. അതൊരു പ്രശ്നമാണ്. ഇവർക്ക് ഏത് തരത്തിൽ വിശ്രമം ഉറപ്പാക്കാൻ കഴിയും എന്ന് പ്രത്യേകമായി തന്നെ പരിശോധിക്കുന്നതാണ്. നിരീക്ഷണത്തിലുള്ളവരും റിവേഴ്സ് ക്വാറൻറ്റൈൻകാരും ഇവരുമായി നിരന്തരം ബന്ധപ്പെടുന്നതിൽ വാർഡ് തല സമിതികൾക്ക് പ്രധാന റോളാണുള്ളത്. വാർഡ് തല സമിതി ഈ പ്രതിരോധ പ്രവർത്തനത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നൊരു കേന്ദ്രമാണ്. അവരും തുടർച്ചയായി പ്രവർത്തനത്തിലുള്ളവരാണ്. വീടുകളിൽ പോയി സ്ഥിതിഗതികൾ പരിശോധിക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് ജോലിയിൽ പ്രയാസമോ മടുപ്പോ ഉണ്ടാകുമ്പോൾ അടുത്ത ടീമിനെ നിയോഗിക്കേണ്ടി വരും. വാർഡ് തല സമിതി എന്ന് പറയുമ്പോൾ ആ സമിതി സ്ഥിരമായിട്ടുള്ളതാണ്, അതിന് മാറ്റമുണ്ടാവില്ല. എന്നാൽ വാർഡ് തല സമിതിയുടെ ഭാഗമായി അവരെ സഹായിക്കാനുള്ള, അവരുടെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കാനുള്ള വളണ്ടിയർമാരുണ്ടാവും. ആ വളണ്ടിയർമാരാണ് വീടുകളിലെത്തുന്നത്, ക്വാറൻറ്റൈനിലുള്ള നിരീക്ഷണത്തിലുള്ളവരെ ബന്ധപ്പെടുന്നത്, അതുപോലെ തന്നെ റിവേഴ്സ് ക്വാറൻറ്റൈനിലുള്ള പ്രായമായവരെയും ചില പ്രത്യേക രോഗം ബാധിച്ചവരെയെല്ലാം ബന്ധപ്പെടുന്നത്. അപ്പോൾ ആ വളണ്ടിയർമാർ അവർക്ക് ക്ഷീണം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് മാറ്റം കൊടുക്കുന്നതിന് മറ്റൊരു സെറ്റ് വളണ്ടിയർമാരെ ഓരോ പ്രദേശത്തും ഒരുക്കി നിർത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ തുടർച്ചയായ പ്രവർത്തനത്തിലൂടെ ക്ഷീണമുണ്ടായാൽ വേറൊരു കൂട്ടരെ പകരം അതിന് നിയോഗിക്കാനാവും. പുറത്തുനിന്ന് വരുന്നവരെ, അത് സംസ്ഥാനത്തിന് പുറത്തുനിന്നായാലും രാജ്യത്തിന് പുറത്തുനിന്നായാലും, സ്വീകരിക്കുമ്പോൾ നല്ല ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ സംവിധാനത്തെ ആകെ അത് ബാധിക്കും. സർക്കാർ സംവിധാനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാതെ ആരെങ്കിലും എത്തിയാൽ ആ പ്രദേശത്തെ നാട്ടുകാർ അറിയാതിരിക്കില്ല. അങ്ങനെ കണ്ടെത്തുന്നവരെ വാർഡ് തല സമിതികൾ ഇടപെട്ട് ക്വാറൻറ്റൈൻ ചെയ്യണം.
തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ ശ്രദ്ധയിൽ ഇതുണ്ടാവുകയും വേണം. നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായി ചെങ്കൽ ക്വാറികൾ പ്രവർത്തിക്കുന്ന അനുമതി നൽകിയിരുന്നു. ചെങ്കൽ ക്വാറികളിൽ ചില ഭാഗത്ത് പണിയെടുക്കാനുള്ള ആളുകളെ കർണാടകത്തിൽ നിന്ന് ഊടുവഴികളിലൂടെ എത്തിക്കുന്നു എന്ന പരാതി ഉയർന്നിട്ടുണ്ട്. അത്തരം ആളുകളിൽ ആരെങ്കിലും രോഗവാഹകരായാൽ അത് അപകടമാണ്. ഇക്കാര്യത്തിൽ ചെങ്കൽ ക്വാറി ഉടമകൾക്ക് കർശന നിർദ്ദേശം നൽകണമെന്നറിയിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ ബ്യൂട്ടി പാർലറുകളും ബാർബർ ഷോപ്പുകളും ശുചിയാക്കുന്നതിന് അനുമതി നൽകുന്നതാണ്. 8 സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് ട്രെയിൻ വിടാൻ റെയിൽവേ സമ്മതിച്ചിട്ടുണ്ട്. ഇവിടങ്ങളിൽ കുടുങ്ങിപ്പോയ അതിഥി തൊഴിലാളികളെ തിരിച്ചയക്കുന്നതിന് അതത് 5 സംസ്ഥാനങ്ങൾ അനുമതി നൽകിയിട്ടുണ്ട്. ബാംഗ്ലൂർ, ട്രിവാൻഡ്രം, ഐലൻഡ് എക്സ്പ്രസ് എല്ലാ ദിവസവും സർവീസ് നടത്താൻ ഉദ്ദേശിക്കുന്നതായി റെയിൽവേ അറിയിച്ചിട്ടുണ്ട്. നോൺ AC ട്രെയിനാക്കാനാണ് ശ്രമിക്കുന്നത്. മെയ് 18 മുതൽ ജൂൺ 14 വരെ നമ്മുടെ ഇവിടെയുള്ള അതിഥി തൊഴിലാളികളെ പശ്ചിമ ബംഗാളിലേക്ക് അയക്കാൻ 28 ട്രെയിനുകളിൽ അയക്കുന്നതിന് അറിയിപ്പ് വന്നിട്ടുണ്ട്. ഡൽഹിയിലുള്ള മലയാളി വിദ്യാർത്ഥികൾക്ക് ഇതേവരെ ട്രെയിൻ ലഭ്യമാകാത്തത് വിദ്യാർത്ഥികൾക്കിടയിൽ ആശങ്ക പടർത്തിയിട്ടുണ്ട്. ഇതിലൊരു പ്രശ്നം ഉയർന്നു വന്നത് അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ട്രെയിൻ സർവീസ് റെയിൽവേ ആരംഭിച്ചത്. പക്ഷെ അതിലുണ്ടായത് മറ്റ് യാത്രക്കാർക്കൊപ്പം IRCT ഓൺലൈൻ ടിക്കറ്റ് വിദ്യാർത്ഥികൾക്ക് ബുക്ക് ചെയ്യൽ പ്രായോഗികമല്ല. മറ്റൊരു പ്രശ്നം AC ട്രെയിനിൻ്റെ ഫെയർ വിദ്യാർത്ഥികൾക്ക് താങ്ങാനും കഴിയില്ല. ഈ സാഹചര്യത്തിൽ നോൺ AC വണ്ടിയിൽ വിദ്യാർത്ഥികളെ എത്തിക്കാനുള്ള മാർഗം തേടിയിട്ടുണ്ട്. ടിക്കറ്റ് അവർ തന്നെ എടുത്ത് യാത്ര ചെയ്യാനുള്ള സൗകര്യമുണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. ഡൽഹിയിലെ ഹെൽപ്പ് ഡെസ്ക് ഇത് ഏകോപിപ്പിക്കും. സാധ്യമായ എല്ലാ ഇടപെടലും സംസ്ഥാന സർക്കാർ നടത്തുന്നുണ്ട്. ഇതിനു പുറമെ ഡൽഹിയിൽ നടക്കം പ്രത്യേക ട്രെയിനുകൾ അനുവദിക്കാൻ റെയിൽവേ തയ്യാറാകുന്നുണ്ട്. വിശദാംശം ഉടനെ ലഭിക്കും. 1-2 ദിവസത്തിനകം തന്നെ ഡൽഹിയിൽ നിന്ന് ട്രെയിൻ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. നേരത്തെ സംസ്ഥാനത്തെ വസ്ത്ര വ്യാപാര സ്ഥാപനങ്ങൾ നിബന്ധനകളോടെ പ്രവർത്തിക്കാൻ അനുമതി നൽകിയിരുന്നു. ഇതിൽ 15% കടകൾ മാത്രമാണ് തുറന്നത് എന്നാണ് വ്യക്തമാകുന്നത്.
ഇക്കാര്യത്തിൽ എന്തെങ്കിലും അവ്യക്തതയുണ്ടെങ്കിൽ അത് തിരുത്തുന്നതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇസ്രായേലിൽ വിസ കാലാവധി കഴിഞ്ഞ 82 മലയാളി നഴ്സുമാരെ തിരിച്ചെത്തിക്കാൻ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെടുന്നതാണ്. തടി ലേലത്തിനെടുത്തവർ ലോക്ക്ഡൗൺ കാരണം എടുത്തു മാറ്റാൻ കഴിയാതിരുന്നു. അപ്പോൾ അവർ തറവാടകയും പലിശയും ഒഴിവാക്കി നൽകണമെന്നേ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ലോക്ക്ഡൗൺ കാരണമാണ് ഇത് സംഭവിച്ചതെന്നുകൊണ്ട് അവരുടെ ആവശ്യം ന്യായമാണ്. അത് പരിശോധിച്ച് തീരുമാനമെടുക്കും. നാളെ വയനാട്ടിൽ തീരുമാനിച്ച ഒരു തടി ലേലമുണ്ടായിരുന്നു. ഇന്നത്തെ സാഹചര്യത്തിൽ ലേലത്തിൽ പങ്കെടുക്കേണ്ടവർക്ക് അവിടെ എത്തിച്ചേരാൻ പ്രയാസങ്ങളുണ്ടാവും. അപ്പം അതുകൊണ്ട് ആ തടി ലേലം മാറ്റിവെക്കുകയാണ്. സംസ്ഥാനത്ത് നടക്കാൻ പാടില്ലാത്തൊരു സംഭവം നടന്നത് ശ്രദ്ധയിൽപ്പെട്ടു. മത്സ്യ പരിശോധനയ്ക്കിടയിൽ കൈക്കൂലി വാങ്ങി എന്ന പരാതി. അത് വിജിലൻസിനെ അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. ഈ ദുരിതഘട്ടത്തിലും ഇത്തരത്തിൽ ചെയ്യുന്നവർക്ക് ഉചിതമായ ശിക്ഷാ നടപടി ഉണ്ടാകും. ആരോഗ്യ പ്രവർത്തകർക്കും പോലീസുകാർക്കും രോഗം പടരുന്നത് ഗൗരവമുള്ള വിഷയമാണ്. അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് കൂടുതൽ പരിഗണന നൽകും. ആശുപത്രികളിലെ OPകളിൽ ആൾത്തിരക്ക് വർദ്ധിച്ചിരിക്കുകയാണ്. ഓൺലൈൻ സംവിധാനത്തിലൂടെ ഇത് ക്രമപ്പെടുത്താൻ കഴിയുമോ എന്നുള്ളത് ആരോഗ്യവകുപ്പ് പരിശോധിക്കുന്നതാണ്. സംസ്ഥാനത്തെ ജലഗതാഗതം പൊതുഗതാഗത സംവിധാനം തുറക്കുന്നതോടെയാണ് പുനരാരംഭിക്കാൻ കഴിയുക. അന്യസംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ക്ഷേമത്തിനായി കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് അധിക തുക അനുവദിച്ചതായി ഇന്നലെ കേന്ദ്ര ധനകാര്യമന്ത്രി പറഞ്ഞത് നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇതൊരു പുതിയ സഹായമല്ല. ദുരന്ത പ്രതികരണ നിധിയിലേക്ക് കേന്ദ്രത്തിൻ്റെ വിഹിതമായി അനുവദിക്കുന്ന തുകയാണ്. COVID-19 പൊട്ടിപ്പുറപ്പെട്ടില്ലെങ്കിലും ഈ തുക ലഭിക്കേണ്ടതാണ്. കേരളത്തിന് 314 കോടി രൂപയാണ് 15ാം ധനകാര്യ കമ്മീഷൻ കേന്ദ്രവിഹിതമായി നിശ്ചയിച്ചത്. ഇപ്പോൾ കിട്ടിയത് അതിൻ്റെ പകുതിയായ 157 കോടി രൂപയാണ്. COVID-19 സാഹചര്യത്തിൽ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകം ഗ്രാൻറ്റുകൾ അനുവദിക്കണമെന്നും ഇത് 15ാം ധനകാര്യ കമ്മീഷൻ്റെ രണ്ടാമത്തെ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്താനുള്ള അധിക പരിഗണനാ വിഷയമായി നിശ്ചയിക്കണമെന്നും പ്രധാനമന്ത്രിയോട് നാം ആവശ്യപ്പെട്ടിരുന്നു.
ദുരന്ത പ്രതികരണ നിധിയിലേക്കുള്ള കേന്ദ്രവിഹിതത്തെ കോവിഡ്-19 പ്രതിരോധിക്കാനുള്ള സഹായമായി ചിത്രീകരിക്കുന്നത് ഉചിതമല്ല. ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും കേരളം കോവിഡ് പ്രതിരോധവുമായി ബന്ധപ്പെട്ട ചെലവുകൾ നിർവഹിക്കുന്നുണ്ട്. 17 കോടി രൂപ ജില്ലാ കളക്ടർമാർക്ക് റിലീഫ് പ്രവർത്തനങ്ങൾക്കായി നൽകിയിട്ടുണ്ട്. 15 കോടി രൂപ ആരോഗ്യവകുപ്പിന് ഉപകരണങ്ങൾ വാങ്ങുന്നതിനായി നൽകി. ഇങ്ങനെ ആകെ 32 കോടി രൂപ നൽകി. മാനദണ്ഡമനുസരിച്ച് സംസ്ഥാനത്തിനുള്ള വിഹിതത്തിൻ്റെ 25% മാത്രമേ റിലീഫ് പ്രവർത്തനങ്ങൾക്കായി ചെലവിടാൻ കഴിയൂ. 10% ഉപകരണങ്ങൾ വാങ്ങുന്നതിനായി ഉപയോഗിക്കാം. SDRF തുകയിൽ ഇക്കാര്യത്തിന് മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ. കേരളം ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ വിതരണം ചെയ്യാൻ ബജറ്ററി തുകയാണ് ഉപയോഗിക്കുന്നത്. കോവിഡ്-19 തുടർന്നുള്ള സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക രംഗത്തുണ്ടായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പഠനം നടത്താൻ സംസ്ഥാന പ്ലാനിംഗ് ബോർഡും ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫൈനാൻസ് ആൻഡ് ടാക്സേഷൻ ഈ 2 സംവിധാനങ്ങളും ചുമതല ഏറ്റെടുത്തിരുന്നു. 2 കൂട്ടരുടെയും റിപ്പോർട്ടുകൾ ലഭ്യമായിട്ടുണ്ട്. ഗിഫ്റ്റിൻ്റെ റിപ്പോർട്ടിലെ അനുമാനപ്രകാരം നമ്മുടെ ആഭ്യന്തര വരുമാനത്തിൽ ശരാശരി 1,25,657 കോടി രൂപയുടെ നഷ്ടം വരുമെന്ന് ബജറ്റ് എസ്റ്റിമേറ്റിലെ 1,14,636 നിന്നും നമ്മുടെ റവന്യൂ വരുമാനം 81,180 കോടി രൂപയായി കുറയുമെന്നും കണക്കാക്കിയിട്ടുണ്ട്. റവന്യൂ വരുമാന നഷ്ടം 35,455 കോടി രൂപ. സാമൂഹ്യക്ഷേമ ചെലവുകളടക്കമുള്ള ചെലവുകൾ അതേപടി തുടരുകയും ചെയ്താൽ റവന്യൂ കമ്മിയും ധനക്കമ്മിയും വർദ്ധിക്കും. സർക്കാരിൻ്റെ ചെലവുകളിൽ സാധ്യമായ ക്രമീകരണങ്ങൾ വരുത്തുവാനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുവാൻ ഒരു ദ്രുത പഠനം നടത്തി ജൂൺ ആദ്യവാരം റിപ്പോർട്ട് സമർപ്പിക്കാൻ സാമ്പത്തിക വിദഗ്ധനും CDS ഡയറക്ടറുമായ ഡോക്ടർ സുനിൽ മാണി അധ്യക്ഷനും ധനകാര്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കൺവീനറുമായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ പൊതുവായി വരുമാന നഷ്ടമുണ്ടായിരിക്കെ സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്ന നികുതി വിഹിതത്തിലും കുറവുണ്ടാകും. ഇത് കാരണമുണ്ടാകുന്ന ധനകാര്യ ഞെരുക്കം മറികടക്കാനാണ് സംസ്ഥാനത്തിൻ്റെ വായ്പാ പരിധി ആഭ്യന്തര വരുമാനത്തിൻ്റെ 3% നിന്നും 5% കേന്ദ്ര സർക്കാരിനോട് കേരളം ആവശ്യപ്പെടുന്നത്. കേന്ദ്ര സർക്കാർ അവരുടെ വായ്പാ പരിധി 5.5% ഈയിടെ ഉയർത്തിയിട്ടുണ്ട്. സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ 3% തുടരുന്നത് ഫെഡറൽ സംവിധാനത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് നിരക്കുന്നതല്ല. വായ്പാ പരിധി ഉയർത്താനുള്ള തീരുമാനം ഉണ്ടാകണമെന്ന് കേന്ദ്രത്തോട് ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ്.
കോവിഡ്-19 സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക രംഗത്തെ എങ്ങനെ ബാധിച്ചു എന്ന് വിശദമായി പഠിക്കുന്നതിന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഇതിനായി ഒരു സർവേ നടത്തുകയാണ്. സർവേക്കുള്ള ചോദ്യാവലി പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. സംഘടനകൾ, സ്ഥാപനങ്ങൾ, ഉൽപ്പാദന, വ്യാപാര, സേവന മേഖലകളിലെ അസോസിയേഷനുകൾ, വ്യക്തിഗത സ്ഥാപനങ്ങൾ, വ്യക്തികൾ എന്നിവരെ ലക്ഷ്യമിട്ടാണ് ഈ ചോദ്യാവലി പ്രസിദ്ധീകരിക്കുന്നത്. കോവിഡ്-19 ലോക്ക്ഡൗണും മൂലം വിവിധ മേഖലകളിൽ എന്തെല്ലാം ആഘാതങ്ങൾ ഉണ്ടായി എന്നത് സംബന്ധിക്കുന്ന ചോദ്യങ്ങൾ ഈ ചോദ്യാവലിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. സാമ്പത്തികാഘാതം മറികടക്കാൻ ആവശ്യമായ സമയത്തെക്കുറിച്ചും മാർഗങ്ങളെക്കുറിച്ചും ചോദ്യങ്ങളുണ്ട്. സർക്കാർ വകുപ്പുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സർക്കാരിന് കീഴിലുള്ള സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവ ഈ സർവേയിൽ ഉൾപ്പെടുന്നില്ല. ഈ സർവേയുടെ ഭാഗമായി ശേഖരിക്കുന്ന വിവരങ്ങൾ സർക്കാർ അനുമതി നൽകിയ പൊതുകാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുക. മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ കെ.എം. അബ്രഹാം, അഡീഷണൽ ചീഫ് സെക്രട്ടറി ധനകാര്യം രാജേഷ് കുമാർ സിംഗ്, അദ്ദേഹമായിരിക്കും അതിൻ്റെ കൺവീനർ, സംസ്ഥാന ആസൂത്രണ ബോർഡ് അംഗം ആർ രാമകുമാർ, ഇവരാണ് ഈ വിദഗ്ധ സമിതിയിലെ അംഗങ്ങൾ. ഒരു മാസത്തിനുള്ളിൽ ഇടക്കാല പഠന റിപ്പോർട്ടും 3 മാസത്തിനകം അന്തിമ റിപ്പോർട്ടും സമർപ്പിക്കുവാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 2,20,000-ഓളം കുടുംബങ്ങൾക്ക് ലൈഫ് മിഷനിലൂടെ പുതിയ വീടുകൾ നൽകാൻ കഴിഞ്ഞു. വൈറസ് ഭീതിയുടെയും ലോക്ക്ഡൗണിൻ്റെയും കാലഘട്ടത്തിൽ ഇത്തരത്തിൽ വീടുകൾ നൽകാൻ കഴിഞ്ഞത് യഥാർത്ഥത്തിൽ 10 ലക്ഷത്തിലധികം ആളുകൾക്കാണ് സുരക്ഷിതമായ പാർപ്പിടം ഒരുക്കുന്ന നിലയുണ്ടായത്. കോവിഡ് സമയത്ത് വീടുകളുടെ നിർമ്മാണം പല സ്ഥലത്തും പൂർണ്ണമായി നിന്നുപോയിട്ടുണ്ട്. 50,000-ഓളം വീടുകളുടെ നിർമ്മാണമാണ് മഴയ്ക്ക് മുൻപ് തന്നെ പൂർത്തീകരിക്കാൻ പാകത്തിൽ അന്തിമഘട്ടത്തിലുള്ളത്. ഇവയുടെ പ്രവൃത്തി ഉടൻ ആരംഭിക്കും. ഇതിനായുള്ള സ്റ്റേറ്റ് ഷെയറിൻ്റെ വിതരണം ഈ ആഴ്ച തുടങ്ങും. രണ്ടാം ഘട്ടത്തിൽ ഏറ്റെടുത്തിട്ടുള്ള വീടുകൾ പൂർത്തീകരിക്കുന്നതിനുള്ള മുഴുവൻ തുകയും 550 കോടി രൂപ ലഭ്യമാക്കിയിട്ടുണ്ട്. കൊറോണ പ്രതിരോധത്തിൽ കേരളം എങ്ങനെ ലോകത്തിന് മാതൃകയാകുന്നു എന്ന് ചിത്രീകരിക്കുന്നൊരു പുസ്തകം തിരുവനന്തപുരം ഗുഡ് ഷെപ്പേർഡ് സ്കൂൾ 9ാം ക്ലാസ് വിദ്യാർത്ഥി ഗൗതം ആർ നായർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ബാറ്റ്സ്മാനോ സ്പൈഡർമാനോ സൂപ്പർമാനോ അല്ല, നമ്മുടെ ഡോക്ടർമാരും നഴ്സുമാരും പോലീസുകാരും ആരോഗ്യ പ്രവർത്തകരുമാണ് യഥാർത്ഥ നായകർ എന്നാണ് ആ 14-കാരൻ തൻ്റെ പുസ്തകത്തിൽ സ്ഥാപിക്കുന്നത്. ലോക്ക്ഡൗൺ കാലത്തെ രണ്ടാമത്തെ പുസ്തകമാണ് ഗൗതമിൻ്റേത്. ആ കുട്ടിയെ അഭിനന്ദിക്കുന്നു. ഖാദി ബോർഡ് 1,00,000 മാസ്ക് നേരത്തെ 5 ലക്ഷം രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുകയും ചെയ്തിരുന്നു. ദുരിതാശ്വാസ നിധിയിലേക്ക് കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് 1 കോടി രൂപ, രജിസ്റ്റേർഡ് മെറ്റൽ ക്രഷർ യൂണിറ്റ് ഓണേഴ്സ് അസോസിയേഷൻ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി 1,01,00,000 രൂപ, കേരള ജുഡീഷ്യൽ ഓഫീസേഴ്സ് അസോസിയേഷൻ 12,25,000 രൂപ. ഇതിനു പുറമെ കേരള ജുഡീഷ്യൽ ഓഫീസേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി 5 ലക്ഷം രൂപ, എ ജീസ് ഓഫീസ് എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി 10 ലക്ഷം രൂപ,
ദുബായിലെ ഡോൾഫിൻ ഷിപ്പിംഗ് ലൈൻ ഗ്രൂപ്പ് MD അഹമ്മദ് ഷബീർ കാക്കശ്ശേരി സുബൈർ 10 ലക്ഷം രൂപ. ESI കോർപ്പറേഷനിലെ ജീവനക്കാരുടെ സംഘടന ESI CEU 7,45,005 രൂപ. ഹൈറേഞ്ച് സംരക്ഷണ സമിതി രക്ഷാധികാരിയായിരുന്ന മാർ മാത്യു ആനിക്കുഴിക്കാട്ടിലെ സ്മരണാർത്ഥം കർഷകർ സമാഹരിച്ച ഉൽപ്പന്നങ്ങൾ വിറ്റുകിട്ടിയ 2,57,600 രൂപ. സീനിയർ ജേർണലിസ്റ്റ് ഫോറം അംഗങ്ങളുടെ പെൻഷൻ തുകയിൽ നിന്ന് 2,66,000 രൂപ. ഇത്രയും വിവരങ്ങളാണ് ഇന്ന് പങ്കുവെക്കാനുള്ളത്.